ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബഷീർ ചർച്ചകൾക്കും ഓർമ്മകൾക്കും ആസ്വാദനത്തിനുമുള്ള വേദിയാകും ആകാശമിട്ടായി എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വിശ്വാസം ദൈവത്തിന്റെ വലിയൊരു ദാനമാണെന്ന് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മെത്രാപ്പൊലീത്ത. റിപ്പബ്ലിക് സ്പെഷ്യൽ ഖാദി റിബേറ്റിന് മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിൽ തുടക്കം. വളയനാട് ക്ഷേത്രത്തിലെ ഉത്സവം ജനുവരി 28 മുതൽ ഫെബ്രുവരി 4 വരെ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ബഷീർ ചർച്ചകൾക്കും ഓർമ്മകൾക്കും ആസ്വാദനത്തിനുമുള്ള വേദിയാകും ആകാശമിഠായി എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം ആകാശമിഠായി ജനുവരി 24 നാടിന് സമർപ്പിക്കുമെന്നും കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി വിശദീകരിച്ചു. ലോകത്തെമ്പാടും വ്യാപിച്ചു കിടക്കുന്നതാണ് ബഷീറിയൻ സാഹിത്യ പെരുമ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ബേപ്പൂർ സുൽത്താൻ അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലത്തിൽ ഒരു സ്മാരകം എന്നുള്ളത് വർഷങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായി. ആകാശമിഠായി എന്ന് പേരിട്ടിരിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുകയാണ്. ആകാശമിഠായി ഈ 24-ാം തീയതി, ജനുവരി മാസം 24-ാം തീയതി നാടിന് സമർപ്പിക്കും. കോഴിക്കോട് കോർപ്പറേഷന്റെ കോർപ്പറേഷൻ വിട്ടു നൽകിയ സ്ഥലത്താണ് ബഷീർ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. 11,000 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന കെട്ടിടം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. സാഹിത്യ പരിപാടികൾ നടത്താൻ സാധ്യമാകുന്ന ഹാൾ അടക്കം ഒരുങ്ങിക്കഴിയുകയാണ്. 24-ാം തീയതിയോടുകൂടി ഗ്രീൻ റൂം അടങ്ങിയ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകൾ എന്നെന്നും നിലനിർത്താൻ സാധിക്കുന്ന നിലയിൽ വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യോത്സവ വേദിയായി ഇതിനെ ഉപയോഗപ്പെടുത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വരാനും അതിന്റെ തൊട്ടടുത്തുള്ള ഈ കേന്ദ്രത്തിൽ വരാനും ഒക്കെ സാധിക്കുന്ന നിലയിലേക്ക് ഇത് മാറും. വൈക്കം മുഹമ്മദ് ബഷീറിനെ കൂടുതൽ വായിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും ആസ്വദിക്കാനുമുള്ള വേദി കൂടിയായി വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം മാറും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിശ്വാസം ദൈവത്തിന്റെ വലിയൊരു ദാനമാണെന്നും വിശ്വാസം നാം ആഘോഷിക്കുകയും പങ്കുവയ്ക്കുകയും വേണമെന്നും ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മെത്രാപ്പൊലീത്ത. അസംഷൻ സിസ്റ്റേഴ്സ് സ്നേഹഭവനത്തിന്റെ വെഞ്ചരിപ്പിനു ശേഷം വചന സന്ദേശം നൽകുകയായിരുന്നു മെത്രാപ്പൊലീത്ത. സഭയിലെ പ്രായമായവർക്കും പ്രത്യേക പരിചരണം ആവശ്യമുള്ളവർക്കും പ്രാർത്ഥനാ നിർഭരമായ വിശ്രമ ജീവിതം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്നേഹഭവനം നിർമ്മിച്ചിരിക്കുന്നത്. സ്നേഹഭവനത്തിന്റെ വെഞ്ചരിക്കൽ കർമ്മം ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. വെഞ്ചരിപ്പിന് ശേഷം മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും വചന സന്ദേശവും നടന്നു. വിശ്വാസം ദൈവത്തിന്റെ വലിയൊരു ദാനമാണെന്നും അത് മാമോദീസയിലൂടെയാണ് വെളിപ്പെടുത്തി തരുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിശ്വാസം ആഘോഷിക്കുകയും പങ്കുവയ്ക്കുകയും ജീവിക്കുകയും വേണമെന്നും അത് കേവലം ആശയമല്ല, മറിച്ച് കാഴ്ചയും കേൾവിയും സ്പർശനവും ഓർമ്മയുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രൂപത ചാൻസലർ ഫാദർ ഗ്രേഷ്യസ് ടോണി, സെക്രട്ടറി ഫാദർ റെനി ഇമ്മാനുവൽ, ക്രിസ്തുരാജ് ഇടവക വികാരി ഫാദർ സോണി തോമസ്, പാക്സ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ഫാദർ സൈമൺ പീറ്റർ, ഫാദർ ടിജോ, ഫാദർ ജോൺ മണിപ്പാടം, ഫാദർ ജോസ് ജേക്കബ് എന്നിവർ ദിവ്യ ബലിയിൽ സഹകാർമ്മികരായി പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഫാദർ സോണി തോമസ് ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ ഷേർലി തോമസ് അധ്യക്ഷയായിരുന്നു. വാർഡ് കൗൺസിലർ വിനീത സജീവ്,
റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് കൊച്ചുമുറിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹഭവന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എഞ്ചിനീയർ രത്നേഷിനെയും ടീമിനെയും ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റിപ്പബ്ലിക് സ്പെഷ്യൽ ഖാദി റിബേറ്റ് ഉദ്ഘാടനവും റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കുള്ള യാത്രയയപ്പും മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ നടന്നു. ഡെപ്യൂട്ടി മേയർ ഡോക്ടർ എസ് ജയശ്രീ പരിപാടി ഉദ്ഘാടനം ചെയ്തു. റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ് ജനുവരി 27 വരെ 4 ദിവസങ്ങളിൽ ലഭ്യമാകും. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വൈവിധ്യമാർന്ന ഖാദി തുണിത്തരങ്ങളുടെയും 1000-ൽ പരം ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുടെയും വൻ ശേഖരം എംപോറിയത്തിലുണ്ട്. പ്രത്യേക ഇനങ്ങൾക്ക് 30% റിബേറ്റിന് പുറമെ 50% വരെ കിഴിവും മേളയിലൂടെ ലഭിക്കും. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവർത്തന സമയം. റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് ഖാദിക്ക് സർക്കാർ അനുവദിച്ച 30% സ്പെഷ്യൽ റിബേറ്റിന്റെ ഉദ്ഘാടനം മിഠായിത്തെരുവിലെ ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ എസ് ജയശ്രീ നിർവഹിച്ചു. ഗാന്ധിജിയെ മറന്നുപോകുന്ന ഇക്കാലത്ത് ഗാന്ധിജിയെ പുനർവായിക്കുവാനും ഗാന്ധിജിയോടുള്ള കൂറ് ഏറ്റവും ശക്തമായി പ്രകടിപ്പിക്കേണ്ട ഒരു സമയത്താണ് ഈ സ്പെഷ്യൽ റിബേറ്റ് ഉദ്ഘാടനം ചെയ്തത്. ഖാദിയുടെ ഒരു ആരാധികയാണ് ഞാൻ. കാലങ്ങളായി ധാരാളം ഖാദി വസ്ത്രങ്ങൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ നമ്മുടെ സ്കിന്നിൽ യഥാർത്ഥത്തിൽ ഫാറ്റാണ്. ഇപ്പൊ ഫാറ്റ് സോലിബിൾ ആയിട്ടുള്ള ഏത് സാധനത്തെയും നമ്മുടെ സ്കിൻ അബ്സോർബ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വില കുറഞ്ഞ വസ്ത്രങ്ങളിലുള്ള ഡൈ, കളർ കൊടുക്കുന്ന സാധനം വളരെ എളുപ്പത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അത് പലപ്പോഴും ക്യാൻസറിന് തന്നെ കാരണമാകുന്നു എന്ന വസ്തുതയും ഒക്കെ നമ്മൾ അറിയാതെ പോകുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൗൺസിലർ ടി എസ് ഷിംജിത്ത് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ജനുവരി 26-ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരിപാടികളിൽ പങ്കെടുക്കുവാൻ ക്ഷണം ലഭിച്ച ചേമഞ്ചേരി ഖാദി ഉൽപാദന കേന്ദ്രത്തിലെ ആർട്ടിസൻസായ കമല, ഷിംജിത്ത്, ശ്യാമള ബാലകൃഷ്ണൻ എന്നിവർക്ക് ചടങ്ങിൽ വെച്ച് യാത്രയയപ്പ് നൽകി. വാർഡ് കൗൺസിലർ ശ്രീജാസി നായർ അധ്യക്ഷയായിരുന്നു. സംഘം പ്രസിഡന്റ് കെ മുരളീധരൻ ആമുഖ പ്രഭാഷണം നടത്തി. പ്രദീപം മുഖ്യപത്രാധിപർ ഡോക്ടർ എ വി പ്രകാശ്, അഡ്വക്കേറ്റ് എം രാജൻ, CP അബ്ദുറഹിമാൻ, കേരള സ്റ്റേറ്റ് സർവോദയ മണ്ഡലം പ്രസിഡന്റ് P ബാലകൃഷ്ണൻ, അനന്തരാമൻ എന്നിവർ സംസാരിച്ചു. പരിപാടിക്ക് ഖാദി ഗ്രാമോദ്योग എംപോറിയം മാനേജർ T ഷൈജു, സെക്രട്ടറി MK ശ്യാംപ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചായ വിളി തുടങ്ങി. ചായ ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേഴ്സ് ചായ ഉണ്ടാക്കാൻ അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ശ്രീ വളയനാട് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന് ജനുവരി 28-ന് തുടക്കമാകും. പ്രത്യേക പൂജാ കർമ്മങ്ങൾക്കും താന്ത്രിക ചടങ്ങുകൾക്കും ശേഷം ജനുവരി 4-ന് ആറാട്ട് നടക്കും. 5-ന് തളി ക്ഷേത്രത്തിലേക്ക് നാന്തകം തിരിച്ച് എഴുന്നള്ളിക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവ പരിപാടികൾ സമാപിക്കും.
ശ്രീ വളയനാട് ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി ജനുവരി 23 മുതൽ 28 വരെ ദ്രവ്യകലശവും 25-ന് പ്രതിഷ്ഠാദിന ചടങ്ങുകളും നടക്കും. 26-ന് മഹാദേവന് വിശേഷ കലശാഭിഷേകം നടത്തും. ഭഗവതിക്ക് തത്വകലശം 27-നാണ്. 27-ന് രാവിലെ മുതൽ കലവറ നിറയ്ക്കൽ ചടങ്ങുകൾ ആരംഭിക്കും. 28-ന് ഭഗവതിക്ക് ബ്രഹ്മകലശം നടത്തും. വൈകിട്ട് 5 മണിക്ക് അവകാശികളും ഭക്തജനങ്ങളും കൊടി സമർപ്പിക്കും. 7:45-ന് തന്ത്രി ചേന്നാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് സാമൂതിരി രാജയിൽ നിന്നും കൂറയും പവിത്രവും സ്വീകരിച്ച് ആചാരവരണം നടത്തി ഉത്സവം കൊടിയേറ്റും. രാത്രി 8 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ഉത്സവ ദിവസങ്ങളിൽ വിവിധ വേദികളിലായി സാംസ്കാരിക പരിപാടികൾ, ക്ഷേത്രസന്നിധിയിൽ ക്ഷേത്രകലകൾ, താളവാദ്യ കച്ചേരികൾ, നൃത്തനൃത്യങ്ങൾ, ഗാനമേള എന്നിവ അരങ്ങേറും. അന്ന് 29-ാം തീയതി മുതൽ എല്ലാ വർഷവും നടത്തുന്ന പ്രകാരം തന്നെ അന്നദാനത്തിനുള്ള വിപുലമായ സജ്ജീകരണങ്ങൾ ക്ഷേത്രം ഒരുക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 3-ന് അവകാശികൾ കുട, വാൾ എന്നിവ സമർപ്പിക്കും. 8 മണിക്ക് നടക്കുന്ന പള്ളിവേട്ടയ്ക്കുള്ള എഴുന്നള്ളിപ്പിന് 101 കലാകാരന്മാർ പാണ്ടിമേളമൊരുക്കും. 4-നാണ് ആറാട്ട്. 5-ന് ദീപാരാധനയ്ക്ക് ശേഷം തളി ക്ഷേത്രത്തിലേക്ക് നാന്തകം തിരിച്ചെഴുന്നള്ളിക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവ ചടങ്ങുകൾ സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് രാധാകൃഷ്ണൻ കെ, സെക്രട്ടറി ആനന്ദ് MV, എക്സിക്യൂട്ടീവ് ഓഫീസർ സുനിൽ കെ, വൈസ് പ്രസിഡന്റ് അരുൺകുമാർ P തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാന്ത്വന പരിചരണം ഒരു സത്പ്രവൃത്തി മാത്രമല്ല, സാമൂഹിക ഉത്തരവാദിത്തം കൂടിയാണ്. പാലിയേറ്റീവ് കെയർ ധനസമാഹരണത്തിനായി കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് കെയർ തിരുവണ്ണൂർ നടത്തിയ ഛായാ സൽക്കാരത്തിന്റെ വിശേഷങ്ങളിലേക്ക്. കഴിഞ്ഞ 12 വർഷങ്ങളായി കിടപ്പിലായ രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സാന്ത്വനവും കരുതലും കൈത്താങ്ങുമായി പ്രവർത്തിച്ചു വരുന്ന കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് കെയർ സൊസൈറ്റി തിരുവണ്ണൂർ പാലിയേറ്റീവ് സേവനങ്ങളുടെ സാമ്പത്തിക സമാഹരണം ലക്ഷ്യമിട്ട് ഛായാ സൽക്കാര പരിപാടി സംഘടിപ്പിച്ചു. വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെ നടന്ന ഛായാ സൽക്കാരത്തിൽ ലഭിച്ച മുഴുവൻ തുകയും രോഗികളുടെ വീട്ടിലെത്തിയുള്ള പരിചരണങ്ങൾക്കും അത്യാവശ്യ സേവനങ്ങൾക്കും ഉപയോഗിക്കും. സാമ്പത്തിക സഹായം ഓൺലൈനായി അയക്കുന്നതിനുള്ള QR കോഡ് സംവിധാനവും ഒരുക്കിയിരുന്നു. വളരെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടവരാണ് എന്ന് ലോകം പറയുമ്പോഴും ഇങ്ങനെയുള്ള വിദ്യാർത്ഥി കൂട്ടായ്മകൾ എന്നും ഈ ഛായാ സൽക്കാര പരിപാടിയിൽ കോർപ്പറേഷൻ കൗൺസിലർമാരായ കാളക്കണ്ടി ബൈജു, നമ്പിടി നാരായണൻ, SK അബൂബക്കർ, ആയിഷ ബി പാണ്ഡികശാല, പ്രസന്ന C എന്നിവരും പങ്കെടുത്തു. യാതന അനുഭവിക്കുന്ന ധാരാളം പേർ നമുക്ക് ചുറ്റുമുണ്ടെന്നും അത്തരം വ്യക്തികൾക്ക് വീടുകളിൽ തന്നെ പരിചരണവും കുടുംബത്തിന് പിന്തുണയും നൽകുന്ന സംവിധാനമാണ് പാലിയേറ്റീവ് കെയർ എന്നും ഞാൻ തിരിച്ചറിയുന്നു. ഇവർക്ക് സമൂഹത്തിന്റെ ശ്രദ്ധയും പരിഗണനയും പരിചരണവും ലഭിക്കും വിധം അയൽപ്പക്ക കൂട്ടായ്മകൾ രൂപീകരിച്ച് സാർവത്രിക പരിചരണം ലഭ്യമാക്കുന്നതിന് ഞാൻ പരമാവധി ശ്രമിക്കുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന വീഡിയോയും ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് വെള്ളിപ്പറമ്പ് 16-ാം വാർഷികാഘോഷം നടത്തി. ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, വയനാട് ജില്ലകളിൽ നിന്നുള്ള നിർധനർക്ക് സഹായങ്ങൾ വിതരണം ചെയ്തു. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു. 200 നിർധന കുടുംബങ്ങൾക്ക് 16-ാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. ധനസഹായം, വസ്ത്രവിതരണം, തയ്യൽ മെഷീൻ വിതരണം, ചാരിറ്റി പ്രവർത്തകരെ ആദരിക്കൽ എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ. കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. എന്റെയും നിങ്ങളുടെയും ഒക്കെ പലരുടെയും പ്രായമുള്ളവരെന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കുട്ടിക്കാലത്ത് ഏറ്റവും പ്രധാന പ്രശ്നം ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. ഈ നെഞ്ചും കൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ അമർന്നു നിൽക്കും. അതിന് പേര് പറയുക ഗ്രഹണീയായിരുന്നു.
അത് ഭക്ഷണം കഴിക്കാനില്ല, കൃത്യമായ പോഷകാഹാരം ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന അസുഖം. ഇന്നോ ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞിട്ടുള്ളൊരു അസുഖം വളരെ വിരളമാണ്. പക്ഷെ ഭക്ഷണത്തിൻ്റെ ആധിക്യം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു മനുഷ്യന് വേണ്ടതിൻ്റെ അളവിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുക വഴി, രണ്ട് കൃത്യമായ ഭക്ഷണം ഏതെന്ന് മനസ്സിലാക്കിയത് കഴിക്കുന്നതിൽ കാണിക്കുന്ന ജാഗ്രതക്കുറവ്, അസമയങ്ങളിലും പലപ്പോഴുമായി ഭക്ഷണം കഴിക്കുന്ന പ്രശ്നം, ഇത് മനുഷ്യന്റെ ആരോഗ്യത്തെ വല്ലതുപോലെ ബാധിക്കുകയാണ്. നിർധന രോഗികളുടെ കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണം സിദ്ദിഖ് കാഞ്ഞിരത്തിങ്കൽ നിർവഹിച്ചു. നിർധന യുവതികൾക്കുള്ള തയ്യൽ മെഷീനുകൾ സിജു പാലക്കൽ വിതരണം ചെയ്തു. നിർധന രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള ധനസഹായം KP അഷറഫ്, മഹ്മൂദ് വാണിമേൽ, ഷമീർ MT, മാമുക്കോയ കുറ്റിക്കാട്ടൂർ, മുഹമ്മദ് ഷബീർ കണ്ണൂർ, ലത്തീഫ് തിരൂർ, ജലീൽ ചാലിയം, അസീസ് മാത്തോട്ടം, മുഹമ്മദ് പുനർജനി, മൊയ്തീൻ കോയ ചെറുവണ്ണൂർ എന്നിവർ നിർവഹിച്ചു. വസ്ത്രവിതരണം ജലീൽ നാദാപുരം നിർവഹിച്ചു. പരിപാടിയിൽ ചെയർമാൻ അർഷാദ് ഓമശ്ശേരി അധ്യക്ഷത വഹിച്ചു. കൺവീനർ K ബഷീർ, മാനേജിംഗ് ട്രസ്റ്റി മൊയ്തീൻ കോയ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഇന്നെന്താ ഓഫീസിൽ നിന്ന് വൈകിയത്? ഒന്നും പറയണ്ട, നല്ല തിരക്കായിരുന്നു. ഇന്നും പാല് വാങ്ങാൻ മറന്നോ? ഞാനത് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ ഞാൻ വാങ്ങിച്ചു. അതും മിൽമയുടെ ലോങ് ലൈഫ് പാൽ. ഇത് ഒരുപാടുണ്ടല്ലോ, ഇത്രയും വാങ്ങിയ കേടാവില്ലേ? ഇല്ലെന്നേ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു. മിൽമ ലോങ് ലൈഫ് പാൽ അത്യാധുനിക UHT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്കരിച്ച് അണുവിമുക്തമാക്കി 5 ലെയർ അസെപ്റ്റിക് പാക്കിംഗിലാണ് ലഭിക്കുന്നത്. തണുപ്പിക്കാതെ തന്നെ 3 മാസം വരെ കേടാവാതിരിക്കും. പാക്കറ്റ് പൊട്ടിച്ച ശേഷം മാത്രം തണുപ്പിച്ച് സൂക്ഷിച്ചാൽ മതി. കൂടാതെ വൈറ്റമിൻ എയും ഡിയും ഉണ്ട്. മായ ഒന്നുമില്ല. സാങ്കേതിക വിദ്യ പോയ പോക്കെ. വിശ്വസിക്കാം മിൽമയെ. അപ്പൊ ഇനി പാല് മുടങ്ങില്ലല്ലേ? ഇനി വാങ്ങാം മിൽമ ലോങ് ലൈഫ് പാൽ. സേഫ് ആണ്, ഹെൽത്തി ആണ്. മിൽമ, കേരളം കണി കണ്ടുണരുന്നു. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് അഖില കേരള അന്തർ കോളേജ് തല ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ജനുവരി 24-നാണ് ഗ്രേറ്റ് ഇന്ത്യൻ റിപ്പബ്ലിക് ക്വിസ് നടത്തുക. കോഴിക്കോട് ടീംമേറ്റ്സ് അക്കാദമിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കവറേജ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി ഒരു അവയർനെസ് ക്രിയേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് യൂത്ത് അറിയാം. പലപ്പോഴും അത് അറിയുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അന്വേഷണം മനസ്സിലാക്കുന്നത്. കുട്ടികൾക്ക് വകുപ്പുകൾ അറിയുക എന്നുള്ളതിനപ്പുറത്ത് എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻസ്, അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അത് എത്ര വലുതാണ്, അതിനെടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് എന്താണെന്നൊക്കെ നമ്മൾ അറിയുമ്പോഴാണ് ആ കോൺസ്റ്റിറ്റ്യൂഷൻ റെസ്പെക്ട് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി പ്രിയാമ്പിൾ എങ്കിലും അവരുടെ മെമ്മറിയിൽ ഉണ്ടാവണം എന്നൊരു ബാധ്യതയില്ല. ഭരണഘടനയുടെ മഹത്വം ഉയർത്തിപ്പിടിക്കുകയും യുവാക്കളെ ഭരണഘടനയിൽ തൽപരരാക്കുകയും ചെയ്യുക എന്നതാണ് ക്വിസ് മത്സരത്തിന്റെ ലക്ഷ്യമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി 40 കോളേജുകൾ മത്സരത്തിൽ പങ്കെടുക്കും. 1ാം സ്ഥാനക്കാർക്ക് 25,000 രൂപയും പ്രശസ്തി പത്രവും നൽകും. ജനുവരി 24-ന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ നിയമകാര്യ ഓഫീസർ ഫൈസൽ CK ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടക്കും. ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ഭരണഘടനയിൽ ഒരു കാര്യം പറയണം, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, ഞാനിത് അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്, ഇന്നത്തെ കാലത്ത് എന്താണ് അതിന്റെ പ്രാധാന്യം. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന വിഷയങ്ങൾ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ലാസ്റ്റ് നടന്ന വിഷയങ്ങളടക്കം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആവാം, അല്ലെങ്കിൽ മറ്റുള്ള ഇക്വാലിറ്റി കൺസേൺ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ വിഷയങ്ങളാവാം. ഇതൊക്കെ നമ്മളെ കുട്ടികൾ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പത്രവാർത്ത അറിയുമ്പോൾ, ഒരു പബ്ലിക് അല്ലെങ്കിൽ അത്രയും വൈറലായിട്ട് ന്യൂസ് അവർ കേൾക്കുമ്പോൾ അവര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ നിയമങ്ങൾ എന്ത് പറയുന്നു, ഭരണഘടന എന്ത് പറയുന്നു, എനിക്ക് ഭരണഘടന തരുന്ന പ്രൊട്ടക്ഷൻ എന്താണ്. വാർത്താ സമ്മേളനത്തിൽ നിയാസ് AK, അജിത് കുമാർ CS, ആകാശ്, ഡാനിയേൽ തുടങ്ങിയവർ സംബന്ധിച്ചു.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ വെള്ളക്കനാട്ട് പറമ്പ് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം 2 ദിവസങ്ങളിൽ നടന്നു. കല്ലുമല സുകുമാരൻ തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ബേപ്പൂർ വെള്ളക്കനാട്ട് പറമ്പ് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവത്തിന്റെ ഭാഗമായി സഹസ്രനാമ ജപം, നാഗപൂജ, ഗണപതി ഹോമം, കലശമെഴുന്നള്ളത്ത്, വിവിധ വെള്ളാട്ടുകൾ, ഭുവനേശ്വരി തിറ, കലാപരിപാടികൾ എന്നിവ നടന്നു. തോട്ടുങ്ങൽ ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ആഘോഷവരവിൽ ശിങ്കാരിമേളവും ഡിജിറ്റൽ തെയ്യവും താലപ്പൊലിയും അണിനിരന്നു. ഉത്സവ ദിവസങ്ങളിൽ പ്രത്യേക വഴിപാടുകളും ഭക്തർ അർപ്പിച്ചു. ഇടക്കോട്ട് ത്രിയാട്ട കലാസമിതി പന്തീരാങ്കാവാണ് ത്രിയാട്ടത്തിന് നേതൃത്വം നൽകിയത്. വെള്ളരി വെപ്പിനു ശേഷം താലപ്പൊലിയോടെ ചടങ്ങുകൾ സമാപിച്ചു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. നഗരസഭാ കൌൺസിലർമാർക്ക് സ്വീകരണമൊരുക്കി. പന്നിയങ്കര, തിരുവണ്ണൂർ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാർക്കാണ് ശ്രീകൃഷ്ണപുരം റെസിഡൻസ് അസോസിയേഷൻ സ്വീകരണം നൽകിയത്. പന്നിയങ്കര, തിരുവണ്ണൂർ വാർഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നഗരസഭാ കൌൺസിലർമാരായ നമ്പിടി നാരായണൻ, ആയിഷാബി പാണ്ഡികശാല എന്നിവർക്ക് ശ്രീകൃഷ്ണപുരം റെസിഡൻസ് അസോസിയേഷൻ സ്വീകരണം നൽകി. പ്രസിഡന്റ് കീരമ്പള്ളി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മല്ലിക കണ്ണൻ, ജയപ്രകാശ്, സോമസുന്ദരം, ദേവരാജൻ, ജാഫർ ബറാമി, ചിത്രാംഗനാഥ്, CK കോയ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബഷീർ ചർച്ചകൾക്കും ഓർമ്മകൾക്കും ആസ്വാദനത്തിനുമുള്ള വേദിയാകും ആകാശമിട്ടായി എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വിശ്വാസം ദൈവത്തിന്റെ വലിയൊരു ദാനമാണെന്ന് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മെത്രാപ്പൊലീത്ത. റിപ്പബ്ലിക് സ്പെഷ്യൽ ഖാദി റിബേറ്റിന് മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ തുടക്കം. വളയനാട് ക്ഷേത്രത്തിലെ ഉത്സവം ജനുവരി 28 മുതൽ ഫെബ്രുവരി 4 വരെ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.